നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റ് 50 ദിവസങ്ങൾ പൂർത്തിയാകുകയാണ്. ഏതൊരു സർക്കാരിൻ്റെയും ഭാവി ദിശാബോധവും ഭരണശൈലിയും വെളിവാക്കുന്ന സുപ്രധാനമായ ഘട്ടമാണിത്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ആരംഭിച്ചതാണ് ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഒരു വശത്ത് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാൻ തുടങ്ങിയെന്ന ഭരണപക്ഷത്തിൻ്റെ അവകാശവാദം, മറുവശത്ത് സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പദ്ധതികളുടെ കുടിശ്ശികകളും ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾ. ഇതിനിടയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും വികസന നയങ്ങളും എങ്ങോട്ട് നീങ്ങുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. UDF സർക്കാരിൻ്റെ ആദ്യ 50 ദിവസങ്ങൾ കേരളത്തിന് നൽകിയ സൂചന എന്താണ്? ഇതൊരു മികച്ച തുടക്കമാണോ, അതോ ആശങ്കകൾ ബാക്കി വയ്ക്കുന്ന ഭരണമാണോ? ബിസിനസ് ഡയലോഗ് പരിശോധിക്കുന്നു. ഈ ചർച്ചയിൽ എന്നോടൊപ്പം CPM-ൽ നിന്ന് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസിൽ നിന്ന് രാജു P നായർ, BJP-യിൽ നിന്ന് വിനീത ഹരിഹരൻ, സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ എന്നിവർ. ആദ്യം ഡോക്ടർ PK ഗോപൻ, VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ 50 ദിവസത്തെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, ഒരു ഗവൺമെന്റ് അധികാരമേറ്റ ഉടനെ അതിനെ വിമർശനപരമായി കാണുന്നത് അനുചിതമാണ് എന്നൊരു നിലപാടാണ് ഞങ്ങൾ ആദ്യം എടുത്തത്. പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് വളരെ പെട്ടെന്ന് തന്നെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പറഞ്ഞ കാര്യങ്ങളോ എല്ലാം, അതിന് എന്തെല്ലാം പറഞ്ഞോ അതിനെല്ലാം നേർവിപരീതമായി. ചെറിയ വിപരീത പരിശ്രമമല്ല, എന്തൊക്കെയാണോ ഒരു നിലപാടെടുത്തത് അതിന് നേർവിപരീതമായി. ഏതൊക്കെ കാര്യങ്ങളിലാണോ ആക്ഷേപം ഉന്നയിച്ചത് ആ ആക്ഷേപത്തെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് ഇത്ര പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അത് കാലക്രമേണ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അങ്ങനെ ഒരു വിരുദ്ധമായ നിലപാടിലേക്ക് ഗവൺമെന്റ് പോയി എന്നുള്ളതാണ്. പിന്നെ ഗവൺമെന്റിനെ വിലയിരുത്തുമ്പോഴുള്ളൊരു പ്രശ്നം, ഒരു പ്രകടന പത്രികയുടെ ബലത്തിലാണ് ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഒരു മാനിഫെസ്റ്റോ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ച മാനിഫെസ്റ്റോ അതിൽ പറയുന്ന കാര്യങ്ങളിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ അധികാരത്തിൽ വന്ന് 10 മിനിറ്റിനകം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്യാം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ പ്രസ്താവനയോടുള്ള വഞ്ചനയാണ്. അവരവരുടെ സ്റ്റേറ്റ്മെന്റിനെ അവരവർ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഫലത്തിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത് ഒരു വലിയ നിരാശയാണ്. ഞാൻ 1-2 ഉദാഹരണം മാത്രം പറയാം. ഒന്ന്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമാണ്, പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്ന നികുതി ഒഴിവാക്കണം. ഒരിക്കലും ചെയ്തുകൂടാത്തൊരു നിർദ്ദേശമാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്തുകൂടാ. കാരണം GST എന്ന് പറയുന്നത് നമ്മൾ വന്നോടുകൂടി നമുക്ക് സംസ്ഥാന ഗവൺമെന്റിന് നികുതി ചുമത്താൻ കഴിയാവുന്ന 1-2-3 കാര്യങ്ങൾ മാത്രമേ നികുതി ചുമത്താൻ കഴിയൂ. ബാക്കിയെല്ലാം കേന്ദ്ര സർക്കാരാണ് നികുതി ചുമത്തുന്നത്. അപ്പോ അത് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്തൊരു കാര്യം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉന്നയിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വളരെ അപകടകരമായ തോതിൽ പെട്രോൾ ഡീസൽ പാചകവാത വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അത് $70 താഴെയായിട്ടും, അതായത് വർദ്ധിക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പുള്ള വിലയേക്കാൾ കുറവാണിപ്പോൾ. എന്നിട്ടും സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ വില കുറയ്ക്കുന്നില്ല. അതൊരു വഞ്ചനയാണ്. കുറെ വർഷങ്ങളായിട്ട് അവർ സ്വീകരിക്കുന്ന ഒരു വഞ്ചനയാണ്. അപ്പോ അതിലെ ടാക്സ് കുറയ്ക്കണമെന്ന് പറഞ്ഞ സർക്കാർ ഇനിയും അത് പഠിച്ചു തീർന്നിട്ടില്ല.
അപ്പൊ ടാക്സ് കുറയ്ക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറല്ല. ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അതുപോലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. PMCയുടെ കാര്യത്തിൽ അവര് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉടനെ എടുത്ത് അത് അറബിക്കടലിൽ തള്ളും, ചവറ്റുകൊട്ടയിൽ തള്ളും എന്നൊക്കെ പറഞ്ഞിരുന്നവര് ഈ PMC എന്താണെന്ന് മനസ്സിലാക്കാതെയാണോ ഈ നിലപാടെടുത്തത്? ഇങ്ങനെ വൈരുദ്ധ്യമാർന്ന ഒരുപാട് നിലപാടുകളുടെ ഒരു ഘോഷയാത്രയിലാണ് നമ്മുടെ UDF സർക്കാർ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ ഉദാഹരണമായിട്ട് എങ്ങനെയാണോ അവരുടെ നിലപാടുകളിലെ വൈരുദ്ധ്യം അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി 2 ഉദാഹരണം പറഞ്ഞത് മാത്രമേ. ശരി, വ്യക്തമാണ്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. എങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ദിശാസൂചിക മനസ്സിലാക്കാൻ ഈ സമയത്തിനകത്ത് കഴിയില്ലേ? അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ഞങ്ങൾ എടുത്തൊരു നിലപാട് അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എടുത്തതുപോലുള്ള നിലപാടല്ല. അങ്ങേക്കറിയാം, ഞങ്ങൾ രണ്ടാമത് അധികാരത്തിൽ വരുമ്പോൾ UDF അസഹിഷ്ണുത കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലാണല്ലോ LDF അധികാരത്തിൽ വന്നത്. ഇപ്പൊ UDF വന്നതുപോലെ തന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, 2-3 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ അന്നത്തെ കണക്ക് നോക്കുമ്പോൾ. 99ഉം 102 അപ്പോൾ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല. പ്രതിപക്ഷം വളരെ നെഗറ്റീവായിട്ട് തുടക്കം മുതൽ പ്രതികരിച്ചു. ഇപ്പോഴാണെങ്കിൽ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ ചടങ്ങിൽ രാഷ്ട്രീയ സംവിധാനം LDFന്റെ മുഴുവൻ സംവിധാനവും അതിൽ പങ്കെടുത്തു. അതായത് തുടക്കത്തിൽ നെഗറ്റീവ് ആകാൻ പാടില്ല. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ദിശാസൂചിക അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജനവിരുദ്ധമായ ദിശാസൂചികയിലേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസം കഴിയും തോറും അവർ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ അവർക്ക് വോട്ട് ചെയ്ത് അവർക്ക് വേണ്ടി താളമേളങ്ങൾ മുഴക്കിയ, അവർക്ക് വേണ്ടി ജയഭേരി മുഴക്കിയ എത്രയോ ആളുകൾ ഇന്നും തെരുവിലുണ്ട്. അവർക്കെതിരായിട്ട് ഇറങ്ങി നിൽക്കുന്നു തെരുവിൽ. വളരെ പെട്ടെന്ന് ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല. ശ്രീമതി വിനീത ഹരിഹരൻ, കേരളത്തിലെ പുതിയ സർക്കാരുമായി സഹകരിച്ചു പോകാൻ കേന്ദ്രം തയ്യാറാണോ? കേന്ദ്ര വിഹിതവും ഗ്രാൻറ്റുകളും ലഭ്യമാക്കുന്നതിൽ നിലവിലെ നിലപാട് എന്താണ്? നമ്മൾ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ വിരോധമല്ല കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് നമ്മുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്, BJP ആണ്. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ non-BJP സ്റ്റേറ്റ്സിന് സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല. അത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും കണക്കുകളും നോക്കിയാലും നമുക്കറിയാം, നമുക്ക് കേരളത്തിലോട്ട് എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം, കഴിഞ്ഞ 10 വർഷത്തിൻ്റെ റെക്കോർഡ് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരുപാട് നികുതികളും സബ്സിഡീസും ഗ്രാൻഡ്സും കേരളത്തിന് കിട്ടിയ ഒരു സ്റ്റേറ്റ് ആണ്. മറ്റ് സ്റ്റേറ്റ്സിന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ കിട്ടിയിരിക്കുന്നത് കേരളത്തിന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നറേറ്റീവ്, കേന്ദ്രം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു നറേറ്റീവ് നമ്മുടെ തന്നെ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്. അത് കേന്ദ്രത്തിന് എപ്പോഴും ചൂണ്ടിക്കാട്ടി പറയുന്നത് കേന്ദ്ര സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം എന്താണ്? പല സംസ്ഥാന സർക്കാരുകൾക്ക് നമ്മൾ സബ്സിഡി കൊടുക്കുക. സബ്സിഡി മാത്രമല്ല, സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴി കുറേ സപ്പോർട്ട് കൊടുക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം. അതില്ലാണ്ട് തന്നെ ടാക്സസ് കളക്ട് ചെയ്യേണ്ട GSTയുടെ സെൻട്രൽ GSTയുടെ ഷെയറും കൊടുക്കുന്നുണ്ട് സ്റ്റേറ്റിൽ. അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഡ്യൂട്ടീസ് പ്രകാരം കേന്ദ്ര സർക്കാർ എല്ലാം അത് പ്രകാരം തന്നെയാണ് കൊടുക്കേണ്ടത്. ആ ഫ്രെയിം വർക്ക് തെറ്റിയിട്ട്, താളം തെറ്റിയിട്ട് കേന്ദ്ര സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ പൊളിറ്റീഷ്യൻസിന് മാത്രമല്ല ഭരിക്കുന്നത്, ഇത് കുറേ ബ്യൂറോക്രാറ്റിക് സിസ്റ്റംസും കുറേ ഫ്രെയിം വർക്ക്സും സർക്കാർ അനുബന്ധമായ കുറേ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. ആ ഒരു ഇതിൻ്റെ പരിമിതികളുടെ ഉള്ളിലാണ് നമുക്ക് ഫങ്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഏത് സർക്കാരിനും അവഗണിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇതിൻ്റെ ഒരു റിതം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള DPRs പ്രിപ്പയർ ചെയ്തിട്ട്, പ്രപ്പോസൽസ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രോആക്റ്റീവ്ലി കേന്ദ്ര സർക്കാരിനെ അപ്രോച്ച് ചെയ്യണം. ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ട് കേന്ദ്ര സർക്കാരിന്. നമ്മൾ ഏത് സംസ്ഥാന സർക്കാരിനെ ആദ്യമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണത് അവർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുപാട് സപ്പോർട്ട് തമിഴ്നാടുവിന് കൊടുത്തിട്ടുണ്ട്, ആന്ധ്രാപ്രദേശിന് കൊടുത്തിട്ടുണ്ട്. പഴയ BJP സർക്കാർ വരുന്നതിൻ്റെ, TDP സർക്കാർ വരുന്നതിന് മുമ്പത്തെ ആന്ധ്രാപ്രദേശിന് കുറേ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, തെലങ്കാനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സംസ്ഥാന സർക്കാർ, BJP റൂൾഡ് അല്ലാത്ത സംസ്ഥാന സർക്കാരിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർ പ്രോആക്റ്റീവ്ലി പ്രപ്പോസൽ കൊടുക്കുമ്പോൾ അവരുടെ ഫീസിബിലിറ്റി റിപ്പോർട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കും. കേന്ദ്ര സർക്കാർ എത്രത്തോളം പ്രപ്പോസൽസ് വരുന്നു അത്രത്തോളം സന്തോഷമാണ് കേന്ദ്ര സർക്കാരിന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ബിക്കോസ് അവരുടെയും
ഒരു ടാർഗറ്റ്സ് ഉണ്ട്. എത്രത്തോളം നമ്മൾ സബ്സിഡീസ് ഡിസ്പേഴ്സ് ചെയ്യണോ അത്രത്തോളമാണ് കേന്ദ്ര സർക്കാർ സക്സസ്ഫുൾ ആയിട്ട് അവർ കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ റിപ്പോർട്ട് കാർഡ് വരുന്നത്. അപ്പോൾ കേന്ദ്രം എപ്പോഴും സംസ്ഥാന സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു രീതി തന്നെ ഉള്ളത്. ഇപ്പൊ തന്നെ നമ്മൾക്ക് അറിയാം, ഇപ്പോ രാജീവ് ചന്ദ്രശേഖർജി നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അശ്വിനി വൈഷ്ണവ്ജീവിനെ കണ്ടിട്ട് കുറേ റെയിൽവേസിന്റെ കുറേ ട്രെയിൻസിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെയായ രീതിയിൽ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ വഴി. കേരളത്തിലേക്ക് കുറെ ഇൻവെസ്റ്റ്മെന്റ്സും കുറെ പ്രൊജക്ട്സ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ BJP തന്നെ ചെയ്യുന്നുണ്ട്. അതില്ലാണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അവരുടെ പ്രപ്പോസൽസ് ആക്സെപ്റ്റ് ചെയ്യാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ രാജു പി നായർ, ഭരണം തുടക്കത്തിൽ തന്നെ ദിശാബോധം നഷ്ടപ്പെട്ടു എന്നുള്ള ആരോപണത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? അധികാരത്തിലേറി 50 ദിവസം പിന്നിടുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്? അല്ല, CPM-ന്റെ ശ്രീ ഗോപൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് ഞാൻ കേട്ടില്ല. പക്ഷെ ഞാൻ എന്തായാലും ഇപ്പം അതിനകത്തേക്ക് പോകുന്നില്ല. കാരണം അങ്ങ് അതിനനുസരിച്ചാണ് ദിശാബോധം നഷ്ടപ്പെട്ടത്. എന്നാൽ ദിശ ഏതാണെന്ന് അറിയാതെ നിൽക്കുന്ന CPM ആണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ് അവരുടെ ദിശ എന്ന് പോലും അറിയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന ദിശാബോധം ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഏറ്റവും വലിയ മാറ്റം, നിങ്ങൾ എന്താണ് മാറ്റം എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം. ഈ സർക്കാരിൻ്റെ ഒരു സമീപനത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായിരുന്നതാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും അവരുടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന, അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ. അതിൻ്റെ മുഖ്യത്തിൽ നിങ്ങളിപ്പോൾ പലരും തമാശ രൂപേണ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ ഈ സർക്കാരിൽ നിന്ന് പരാതികളുള്ള സർക്കാരിലേക്ക് കൊടുക്കേണ്ട ആൾക്കാരുടെ വലിയ തള്ളാണ്. മുഖ്യമന്ത്രി ദിവസവും രാത്രി 9 വരെ നിന്ന് ഈ ആൾക്കാരെ കാണുകയാണ്. അവർക്ക് വലിയൊരു ആശ്വാസം അവരെ സംബന്ധിച്ചോളം സർക്കാരിന്റെ സമീപനത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തത്വമില്ല. അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. 2, അവർ പറയുന്ന കാര്യങ്ങൾക്ക് നടപടി ഉണ്ടാകും, അവർക്ക് വിശ്വാസം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഒരാളെ ഒരു പ്രാവശ്യം കൊണ്ട് ചെന്ന് കാണിച്ചപ്പോഴത്തേക്ക്, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് വന്നാൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ പുതിയ സർക്കാരിനുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം അവർക്കുണ്ടായിട്ടുണ്ട്. 2, ഞങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടി, ഒരു 5 ഗ്യാരണ്ടി ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതിപ്പോൾ നമുക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം അറിയാം. സ്ത്രീകൾ വളരെയധികം ആവേശത്തോടു കൂടി നെഞ്ചിലേറ്റിയ ഒരു പദ്ധതിയാണ്. അതിനകത്ത് ചില പോരായ്മകളൊക്കെ, സർവീസുകളുടെ കാര്യത്തിലൊക്കെ ചില പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ്. അത് മറ്റ് ഇതിനകത്തേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കണം. അതും നമ്മൾ പരിഗണിക്കേണ്ട കാര്യം. പക്ഷെ തുടക്കം എന്ന രീതിയിൽ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം നൽകിയത് വലിയ രീതിയിൽ അവരിന്ന് ആഘോഷിക്കുകയാണ് സത്യത്തിൽ. അതുപോലെ തന്നെ ഒരു വിഷൻ അതിൻ്റെ പുറകിലുണ്ട്. ആ വിഷൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ നമ്മൾ പിങ്ക് ചിട്ടി, കാരണം ഏറ്റവും പാവപ്പെട്ട സ്ത്രീകൾ അവിടുന്ന് ഒരു 2000-3000 രൂപ മാസം ലാഭിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ചെലവുകളുണ്ട്, അവർ മാർക്കറ്റിൽ തന്നെ സ്പെൻഡ് ചെയ്യും. അതേസമയം അല്പം മിച്ചം പിടിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്കും ഈ ഗുണം കിട്ടുന്നുണ്ട്. അവരെ സംബന്ധിച്ചും, മറ്റുള്ളവർക്ക് പാടില്ല എന്നുള്ളതല്ല, പക്ഷെ അവരെ സംബന്ധിച്ചും അവർക്ക് ആ ലഭിക്കുന്ന ലാഭം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പിങ്ക് ചിട്ടി. അപ്പോൾ ഒരു വെറും ഒരു ഫ്രീബി അല്ലാതെ അതിനൊരു എക്കണോമിക് ആക്ടിവിറ്റി ആക്കുന്ന ഒരു വിഷൻ അവിടെയുണ്ട്. 2ാമത്തെ കാര്യം, കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കേരളത്തെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ ആണ് പലപ്പോഴും ബജറ്റുകളും സർക്കാരുകളും കാണാറ്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ റിസോഴ്സസ് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മാറ്റാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസിന്റെ നാടാക്കി ഇത് മാറ്റാൻ നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷം നമ്മൾ കേട്ടോണ്ടിരുന്നത് മുഴുവൻ വിക്ടിംഹുഡാണ്, ഇരവാദമാണ്. കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ ദിവസവും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കെട്ടിപ്പൊക്കിയ ഫിഗർ ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളെയും എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ആ പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാതെയാക്കുക, പദ്ധതി വിഹിതം വെട്ടിക്കളയുക. അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാന വർഗമായിട്ടുള്ള ദളിത് പട്ടികവർഗ വിഭാഗത്തിന് പോലും അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുക, ചികിത്സ എന്ത് ചോദിച്ചാലും ഇരവാദമാണ്. കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇരവാദവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പകരം നമുക്ക് നമ്മുടേതായ രീതിയിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം.
കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പണം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കണം. അതിന് ഉള്ള പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ ഇരവാദത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നീതി നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം പുതുതായിട്ടുള്ള വരുമാന മാർഗങ്ങൾ കാണും. 5 വർഷം കഴിഞ്ഞുള്ള കേരളത്തിൽ വലിയ രീതിയിൽ മാറ്റാൻ കഴിയുന്ന രീതിയിൽ അവസരങ്ങളുടെ നാടാക്കി കേരളത്തെ മാറ്റണം. അതിനു വേണ്ടിയിട്ട് മാരിടൈം നമ്മുടെ മിഷൻ സമുദ്ര എന്നുള്ളത് വലിയൊരു സ്വപ്ന പദ്ധതി ശ്രീ വി ഡി സതീശന്റെ സ്വപ്ന പദ്ധതിയാണ്. അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ നമുക്കുണ്ട്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഏകദേശം 150-200 കിലോമീറ്ററിനകത്താണ് ഈ വിമാനത്താവളങ്ങൾ. അങ്ങനെ ഉള്ള ഒന്നിനെ നമ്മൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഏവിയേഷൻ അക്കാഡമി മുതൽ ഏവിയേഷൻ രംഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ കൊച്ചുകാലത്ത് നമ്മൾ പണ്ടിരിച്ചിട്ടുള്ളതാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അങ്ങനെ സ്പേസ് ടെക്നോളജിയിൽ വലിയ സാന്നിധ്യമുള്ള കേരളത്തിന് അതിൻ്റെ ചുറ്റിയുള്ള സ്പേസ് എക്കണോമി എന്നുള്ളൊരു വിഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ നാടിനെ ഈ പറഞ്ഞ രീതിയിൽ മാറ്റാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ് ആയിട്ട് ബജറ്റ് മാറുകയാണ്. ജനങ്ങൾ അതിനെ ഏറ്റവും സന്തോഷത്തോട് സ്വീകരിക്കുക. അതേസമയം തന്നെ നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഉന്നത പഠനത്തിൽ ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നു. നമ്മുടെ മാരിടൈം ഈ വിഷൻ സമുദ്രം എല്ലാം വരുമ്പോൾ മാരിടൈം രംഗത്ത് വലിയ സാധ്യതകൾ ഉണ്ടാകും. അപ്പം മാരിടൈം അക്കാഡമി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഷിപ്പ് നിർമ്മാണ യൂണിറ്റ് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി നമ്മളുടെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തി അതർ സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടാക്കി നമുക്ക് നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ പോകും. എന്തായാലും 5 വർഷം നിങ്ങൾക്ക് പരാതികൾ സർക്കാരിൽ നിന്ന് കേൾക്കില്ല, ഇരവാദം സർക്കാരിൽ നിന്ന് കേൾക്കില്ല. പകരം ടാക്സ് കളക്ഷൻ ഊർജിതമാക്കി അതിനെ എഫക്റ്റീവായിട്ട് നടപ്പാക്കി GST രംഗത്തൊക്കെ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്ന ഒരു റിഡൻഡന്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അതിൽ നിന്നും മാറ്റിക്കൊണ്ട് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ടാക്സ് കളക്ഷൻ ഊർജിതമാക്കി നടപ്പാക്കി കേരളത്തിന് സ്വയം പര്യാപ്തമായിട്ട് നിൽക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ കൊണ്ട് അതിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ എടുത്ത് അതിനെയൊക്കെ പർവ്വതീകരിച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ വക്രീകരിച്ചുകൊണ്ട് ഇതിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ് CPM. പക്ഷെ ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല, ജനങ്ങൾ തള്ളിക്കളിയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, പുതിയ സർക്കാരിൻ്റെ പരിഷ്കരിച്ച ബഡ്ജറ്റും പ്രഖ്യാപനങ്ങളും, ഉദാഹരണത്തിന് ജെന്നിസഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, വായ്പാ പുനഃക്രമീകരണം തുടങ്ങിയ പദ്ധതികൾ കേരളത്തിൻ്റെ കടക്കണി ഒഴിവാക്കാൻ പര്യാപ്തമാണോ? അതുപോലെ തന്നെ ബഡ്ജറ്റിൽ നമ്മൾക്ക് നികുതി പിരിവ് കാര്യക്ഷമമാക്കാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ബജറ്റിനെ കുറിച്ച് വലിയ പ്രതീക്ഷ പുലർത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ബജറ്റ് മല എലിയെ പ്രസവിച്ച ഒരു, കാരണം നമ്മുടെ ധവളപത്രം പറഞ്ഞത് എന്താണ്? വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം. അതായത് 48,000 കോടി രൂപയുടെ കുടിശ്ശിക തന്നെ അകം കൊടുത്തു തീർക്കേണ്ടതായ കുടിശ്ശിക ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ബജറ്റ് 1 രൂപയുടെ പോലും അധിക വരുമാനത്തിനുള്ള നിർദ്ദേശങ്ങളില്ല. ആകെയുള്ളത് എന്താണ്? കുടിശ്ശികകൾ, നികുതി കുടിശ്ശികകൾ പിരിച്ചെടുക്കാനുള്ള പിന്നെ നമ്മുടെ മോട്ടോർ വാഹന നികുതിയുടെ നിരക്ക് കൂടുതൽ വാഹനങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യും, അങ്ങനെ വരുമാനം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു മായിക പദ്ധതികൾ അവതരിപ്പിക്കുന്ന ഒന്നായി നമ്മുടെ ബജറ്റ് മാറി. അതായത് പ്രഖ്യാപനങ്ങൾക്ക് യാതൊരുവിധ ക്ഷാമവും. നമ്മുടെ സമുദ്ര പദ്ധതി ഉണ്ട് പക്ഷേ ഒരു സർക്കാരിൻ്റെ ആദ്യത്തെ വർഷം അതിൻ്റെ ഒരു ഫിസ്ക്കൽ അർജൻസി, സാമ്പത്തിക രംഗത്തെ അടിയന്തരമായ സാഹചര്യം പരിഗണിച്ച് നമുക്ക് പൊതുവിഭവങ്ങൾ സമാഹരിക്കാതെ മുന്നോട്ട് പോകാൻ ധനമന്ത്രിയായ മുഖ്യമന്ത്രി. പക്ഷെ ആ രീതിയിൽ ഒന്നും ഒരൊറ്റ പ്രപ്പോസലുമില്ല. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഇങ്ങനെയാണ്. അതായത് നികുതി നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടല്ല, നമ്മൾ പുതിയ നികുതികൾ ഏർപ്പെടുത്തിക്കൊണ്ടല്ല ഖജനാവ് നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖജനാവ് നിറയ്ക്കുന്നതിന് വേണ്ടി
നമ്മുടെ നികുതി ഇളവുകൾ കൊടുത്തുകൊണ്ട് കൂടുതൽ വ്യാപാരവും ടേൺ ഓവർ വർദ്ധിപ്പിച്ച് അങ്ങനെയാണ് വരുമാനം വർദ്ധിപ്പിക്കാൻ ഒക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആ പ്രസ്താവനകൾ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നമ്മുടെ ആശുപത്രികളുടെ അവയ്ക്ക് ആവശ്യമായ അവിടെ മെഡിസിന്റെ കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വളരെയധികം കുറവുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ സിവിൽ സപ്ലൈസിന്റെ സ്ഥിതി എന്താണ്? പോട്ടെ, സാധാരണ ജനങ്ങളുടെ പെൻഷൻ ഒരു 100 രൂപ പോലും വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഈ ബജറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു, ശരിയാണ്. പക്ഷേ നമ്മുടെ വിപണിയിൽ പണമെത്തിയെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് നികുതി വരുമാനം വർദ്ധിക്കൂ എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ സമ്പന്നരിൽ നിന്നും വിഭവസമാഹരണത്തിന് പല മാർഗങ്ങളുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ റവന്യൂ ചെലവിന്റെ 1.47% മാത്രമാണ് ഫീസുകളായിട്ട് പിടിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇത് 5.51%. 100 രൂപ ചെലവാക്കുമ്പോൾ 7 പൈസയാണ് നമ്മൾ സമാഹരിക്കുന്നത്. അവിടുത്തെ ഈ നിരക്കുകൾ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും മെറിറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒക്കെ ഫീസുകൾ വർദ്ധിപ്പിക്കാം. കാരണം അവരൊക്കെയാണ് എൻട്രൻസ് പാസ്സാകുന്നത്. പക്ഷേ അവര് വന്നു കഴിഞ്ഞിട്ട് സംഭവിക്കുന്നതാണ് എന്ന് അവര് ഒരു തരത്തിലുള്ള വളരെ ചെറിയ ഫീസാണ് അവർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മധ്യവർഗത്തെ കൂടുതൽ വിഭവസമാഹരണത്തിനുള്ള മാർഗങ്ങൾ വേറെയുമുണ്ട്. നമ്മുടെ കെട്ടിടങ്ങളുടെ കാര്യം അത് പഞ്ചായത്തുകളിൽ നിന്ന് അവർ വളരെ കാര്യക്ഷമത ഇല്ലാത്ത രീതിയിലാണ് പിടിച്ചെടുക്കുന്നത്. അത് ഇത് ഒരു പഞ്ചായത്തുകളുടെ നഷ്ടം നികുതി കൊടുക്കാമെന്ന് ഉയർന്ന നിരക്കിൽ കേരളം ഒട്ടാകെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തേതിന്റെ ഒരു 50% കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. സംസ്ഥാനത്തെ ഭൂമിയുടെ പലതരത്തിലുള്ള അത് ഉപയോഗിക്കുന്ന ലീസ് റെന്റുകൾ വർദ്ധിപ്പിക്കാം, മൈനുകളുടെ കാര്യത്തിലുള്ള റോയൽറ്റി വർദ്ധിപ്പിക്കാം. അങ്ങനെ എന്തെല്ലാം വിഭവസമാഹരണ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റ രൂപയുടെ പോലും അധിക വിഭവസമാഹരണം നടത്താതെ വലിയ വലിയ പദ്ധതികളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മനോരമ പത്രം ഈ ബജറ്റിന് എത്ര മാർക്ക് കൊടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പലരോടും വിദഗ്ധന്മാരോടും പലരോടും ചോദിച്ചു. അതിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കൊടുത്തത് ഞാനാണ്, 10ൽ 5. വേറെ ചില ഈ പദ്ധതികളുടെ പളപളപ്പ് കണ്ടിട്ട് 8.5 മാർക്ക് കൊടുത്തവരുണ്ട്, 7.5 മാർക്ക് കൊടുത്തവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായ ധനസമാഹരണം. ശരി, ഡോക്ടർ ജോസഫ് ഞാൻ നടപടിയാണ്. അതല്ലാതെ ഇത് ഒരു മലപ്പിടിക്കാരന്റെ സ്വപ്നം പോലെയാണ് ഇപ്പോൾ നമുക്ക് ഇത്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ PK ഗോപൻ, ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. സ്ത്രീകളുടെ സൗജന്യ യാത്ര പോലുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. ഇത് ഗവൺമെൻറ്റിന് ഒരു നല്ല ഇമേജ് രൂപപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത്തരം കാര്യങ്ങളോടുള്ള നിങ്ങളുടെ വിമർശനം പലപ്പോഴും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പോൾ അദാനിയുടെ നടപടികളിലാണെങ്കിലും അതല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ വിമർശനം കാര്യമാത്ര പ്രസക്തമല്ല എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. ആരൊക്കെ അങ്ങനെ കരുതുന്നുണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുള്ള സംതൃപ്തി അടയാനുള്ള അവകാശം രാജു പി നായർക്ക് ഉള്ളതുപോലെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് BJPയുടെ മാഡം ഇവിടെ സൂചിപ്പിച്ചതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് ചെയ്തത്. പ്രശ്നങ്ങളിലേക്ക് ഡയറക്റ്റ് വരണമെന്നുള്ള റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം ഒന്ന്, ഈ വ്യക്തമായ പ്രോജക്റ്റ് ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് പണം തരാതിരുന്നത് എന്നൊക്കെ ആണ് മാഡം ഇവിടെ പറയാൻ പരിശ്രമിച്ചത്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ചൂരൽമല ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ബാങ്കിന്റെ വായ്പ എഴുതി തള്ളുക, അത് വ്യക്തമായി കണക്കും കാര്യങ്ങളും നടപടിക്രമങ്ങളും എല്ലാം ഉള്ളതല്ലേ. സുപ്രീം കോടതി രാഷ്ട്രീയക്കാർ മറ്റൊരു രാഷ്ട്രീയത്തെ വിമർശിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു അതിന്റെ പേരിൽ.
അതായത് പ്രധാനമന്ത്രി വന്നു, കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു, ചൂരൽമലയിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്നു, അതിനുശേഷം സഹായിച്ചില്ലെന്ന് മാത്രമല്ല കോടതി ഇടപെട്ട് അവരെ ഫത്സിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം PMCയുടെ ഫണ്ടാണ്. PMCയുടെ ഫണ്ടിൽ SSKയുടെ ഫണ്ട് തടഞ്ഞു വെക്കുന്ന എന്തിനാ? ഏത് ഭരണഘടന പ്രകാരം, ഏത് നിയമപ്രകാരമാണ് ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ മറ്റേ പ്രോജക്റ്റിന്റെ പണം തടഞ്ഞു വെക്കുമെന്ന് PMC SSKയുമായി ബന്ധപ്പെട്ട് ഏത് നിയമമാണ് നിലവിലുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. മൂന്നാമത്തെ കാര്യം, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കടമെടുക്കുന്നുണ്ട് പൈസ. റോഡുകളൊക്കെ നിർമ്മിക്കുന്നതിന് അവർ കടമെടുക്കുന്നുണ്ട്. അത് ബഡ്ജറ്റിന് പുറത്താണ്. കിഫ്ബി പണം കടമെടുത്താൽ അത് ബഡ്ജറ്റിനകത്ത് വരുന്നതിന്റെ കാര്യം എന്താ? NHAI എടുത്തിട്ട് അവർ തിരിച്ചടയ്ക്കുന്നത് ടോൾ പിരിച്ചിട്ടാണ്. കിഫ്ബിയെ സംബന്ധിച്ച് തിരിച്ചടവിന്റെ മാർഗം റിസർവ് ബാങ്കിന്റെ അനുവാദത്തോടെ നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ്. അപ്പോ കേന്ദ്ര സർക്കാർ ശക്തമായി സംസ്ഥാനങ്ങളെ, ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമാണോ? എത്ര സ്റ്റേറ്റുകളാണ് കേന്ദ്രത്തിന്റെ ഈ സമീപനത്തിനെതിരായിട്ട് സുപ്രീം കോടതി പോകേണ്ടി വരുന്നത്, അവിടെ സമരം നടത്തേണ്ടി വരുന്നത്, അവർ പ്രമേയം പാസ്സാക്കേണ്ടി വരുന്നത്? ഇനി കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സുഹൃത്തിന് എന്തായാലും ഇനി ഇപ്പൊ നിങ്ങളിത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം, ഇനി വരുന്ന 5 വർഷക്കാലം കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിഹിതവും കിട്ടിയില്ലെങ്കിൽ അവർ പരാതി പറയില്ല എന്ന് പറഞ്ഞു. അവർ ഇരവാദം ഉന്നയിക്കില്ല എന്ന് പറഞ്ഞു. അവർ സ്വന്തമായിട്ട് പണം കണ്ടെത്തുമെന്നും പറഞ്ഞു. എന്തായാലും നമുക്കത് റെക്കോർഡ് ആയിരിക്കണം. നാളെ ഇത് മാറ്റി പറയുന്ന, എല്ലാം മാറ്റി പറയുന്നതിന് ഒരു മടുപ്പും ഒരു ഉളുപ്പും ഇല്ലാത്തതിന്റെ പേരിൽ എന്ത് മാറ്റി പറയും? എത്ര റെക്കോർഡ് ചെയ്താലും മാറ്റി പറയും എന്നുള്ളത് നമുക്കറിയാം. എന്നാലും ഇത് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു വെക്കണം. ഇനി അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തത് പ്രതിപക്ഷത്തിന്റെ വിമർശനം ഏൽക്കുന്നില്ല എന്നുള്ള സൂചനയിൽ പറഞ്ഞു. പിന്നെ നമ്മുടെ സൗജന്യ യാത്ര ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തതാ. പക്ഷേ ഇന്ദിരാഗാന്ധിക്കകത്തുള്ള സൗജന്യം എന്തായിരുന്നു സാർ? നമ്മുടെ ഇന്നത്തെ ബഹുമാനായ മുഖ്യമന്ത്രി വീടുകളിൽ കയറി പറഞ്ഞതിന്റെ വോയിസ് അങ്ങയുടെ ചാനലിൽ കിടപ്പുണ്ടോ? എന്താ പറഞ്ഞത്? മൂകാംബികപ്പാ, മൂന്നാറിൽ പോവാം, മരുമകളുടെ വീട്ടിൽ പോവാം. ഈ മൂകാംബിക മൂന്നാർ എന്ന് പറയുന്നത് ഓർഡിനറി ബസ് പോകാവുന്ന സ്ഥലമാണോ? തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്ക് ഓർഡിനറി ബസ് ഉണ്ടോ സാർ? തിരുവനന്തപുരത്ത് നിന്ന് മൂകാംബിയിലേക്ക് ഓർഡിനറി ബസ് ഉണ്ടോ? അപ്പൊ ജനങ്ങളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് എന്താ പെരുമാറാത്തത്? ഇത് ഞങ്ങൾക്ക് പറ്റാത്തതാണോ? ഈ സൗജന്യ യാത്ര എന്ന് പറയാൻ പറ്റാതിരുന്നതാണോ? അതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കിക്കൊണ്ടാ ഇന്നിപ്പോ തെരുവിൽ കിടക്കുകയാണ് തൊഴിലാളികൾ, മറ്റൊരു വിഭാഗത്തിലെ തൊഴിലാളികൾ. അവരെ അഡ്രസ് ചെയ്യണ്ടേ? അവർ കേരളീയരല്ലേ? പ്രൈവറ്റ് ബസ് ഓടുന്നവർ കേരളീയരല്ലേ? അവർക്ക് പരിഹാരം ഉണ്ടാവണം. അല്ലാതെ സൗജന്യ യാത്ര വേണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത്, അതിന് പരിഹാരം ഉണ്ടാവണം. അതുപോലെ ഒരു വലിയ സ്ത്രീ സൗജന്യ സംവിധാനം അട്ടിമറിച്ചിട്ടല്ലേ നടപ്പിലാക്കുന്നേ? നിങ്ങൾ ചോദിക്കേണ്ടതല്ലേ ഇത്? 35 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുത്തു തുടങ്ങി. അല്ലാതെ ഓഫറല്ല, LDFന്റെ ഓഫറല്ല. അത് 17 ലക്ഷം സ്ത്രീകൾക്ക് കിട്ടിയത്. അതിനൊരു 3500 കോടി വെക്കണം. ഇതിന് 600 കോടി മതി സൗജന്യ യാത്രയ്ക്ക്. 3500 കോടിയുടെ ആനുകൂല്യങ്ങൾ 35 ലക്ഷം സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നഷ്ടപ്പെടുത്തിയിട്ടാണ് 600 കോടി രൂപയുടെ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. അതുകൂടി അത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? വീര്യം കുറഞ്ഞ മദ്യം നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അഴിമതി നടത്താൻ വേണ്ടിയാണ്. ആരാ പറഞ്ഞത്? ഏതെങ്കിലും പത്രപ്രവർത്തകരോ ഏതെങ്കിലും മാധ്യമ സുഹൃത്തുക്കളിൽ പെടുന്നവരോ മറ്റ് രാഷ്ട്രീയക്കാരോ ഒന്നും അല്ല. പ്രതിപക്ഷ നേതാവ് അസംബ്ലിക്കകത്ത് നടത്തിയ പ്രസംഗമാണ്. അപ്പൊ വീര്യം കുറഞ്ഞ മദ്യം നടപ്പിലാക്കാൻ പരിശ്രമിച്ചാൽ അഴിമതിയാണെന്നുള്ളത് ഏറ്റവും നന്നായി സ്ഥാപിച്ചെടുക്കാൻ പരിശ്രമിച്ച അദ്ദേഹമാണ്. അത് അദ്ദേഹം ചെയ്യുമ്പോൾ എങ്ങനെ അഴിമതി അല്ലാതിരിക്കുന്നത്? മാത്രമല്ല, അന്ന് വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു ചർച്ച ഇടുകയാണ് ചെയ്തത്. ഇത് വളരെ കൃത്യമായിട്ട് അതിന്റെ ടാക്സ് ഇളവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു, ഫിനാൻസ് ബില്ല് വന്നു കഴിഞ്ഞു. അത് അന്ന് വീര്യം കുറഞ്ഞ മദ്യം കർഷകരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നാണെങ്കിൽ ഇത് സ്പിരിറ്റിൽ നിന്നുമാണ്. അപ്പൊ ഇതിനെതിരായിട്ട് ആ രാഷ്ട്രീയ പാർട്ടി തന്നെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തു. കേരളത്തിലെ അവരെ പിന്തുണച്ച എല്ലാവരും അക്കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്തു. അതിനെയൊക്കെ അദ്ദേഹം പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഊതിപ്പെരുപ്പിച്ചു. ഇനി അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ച പെൻഷന്റെ പ്രശ്നം 3000 രൂപ അല്ല, ഇവിടെ സാർ ചൂണ്ടിക്കാണിച്ച പെൻഷൻ 3000 രൂപ അല്ലേ? അദ്ദേഹം ചോദിച്ചു 100 രൂപ കൂട്ടിയോ? ഒരു പൈസ പോലും കൂട്ടാതെ 2500 രൂപ പെരുന്നാൾ സമയത്ത് അവർക്ക് കൊടുത്തതുമില്ല. അപ്പൊ 3000 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞു. ആശാ സമര പന്തൽ ചെന്ന് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വരുന്ന ദിവസം 21000 രൂപ അല്ലേ? ഈ 21000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റിൽ നടപ്പിലാക്കിയിട്ടുള്ളതല്ല ആശാ വർക്കേഴ്സിന്. കാരണം ആശാ വർക്കേഴ്സ് സ്കീം വർക്കേഴ്സും സർവീസ് വിഭാഗങ്ങളുമാണ് അവർ.
അവർക്ക് 1000 രൂപ പിണറായി വരുമ്പോൾ ഉണ്ടായിരുന്നത് വിവിധ ഘട്ടങ്ങളിലായി 9000 രൂപയാക്കി. അത്രയും രൂപ ഇന്ത്യ രാജ്യത്തൊരു സ്റ്റേറ്റിലും ആശാ വർക്കേഴ്സിന് ഇല്ല. അത്രയും രൂപ LDF കൊടുത്തിരുന്ന അത്രയും രൂപ. ആ 9000 എന്നുള്ളത് ക്രമേണ വർദ്ധിപ്പിക്കേണ്ടതാണ് സാഹചര്യം വെച്ചിട്ട്. പക്ഷെ അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അവരുടെ സ്കീം വർക്കറാണ്. അവർ ഇപ്പൊ ഇവിടെ മാഡം പറഞ്ഞപ്പോഴും അവരെ ഒന്നും ഇവരുടെ ലിസ്റ്റ് വരുന്നവരല്ലോ. 10 രൂപ അവർ കൂട്ടി കൊടുക്കത്തില്ല. അപ്പോ അത് 3000 രൂപയാണ് കൂട്ടിയത്. ഈ 21,000 രൂപ അവരോട് പറഞ്ഞതല്ലേ, അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ. ജീവനക്കാരുടെ കുടിശ്ശിക എത്ര വലിയ ബോർഡുകളാ സെക്രട്ടേറിയറ്റ് മുന്നിലൊക്കെ വെച്ചത്. അവസാനം അവര് സ്വയം വിഴുങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഇല്ലേ. ഇനി ഒരു കാര്യം കൂടി, ശ്രീ രാജു പി നായർ പറഞ്ഞത്, ഞങ്ങള് ഇരവാദം ഉന്നയിക്കില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങ് മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റ് ഒരു വലിയ സംവിധാനമല്ലേ. സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ കീഴിൽ നിൽക്കുന്ന PWD ഉദ്യോഗസ്ഥരോട് മണ്ണ് മാറ്റാൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന ഇരവാദം കഴിഞ്ഞ 2 ദിവസം ഉണ്ടായി നമ്മുടെ മുമ്പിൽ. കഴിഞ്ഞ ദിവസം ഉണ്ടായി. മുഖ്യമന്ത്രി 3 മന്ത്രിമാരും നിലവിളിക്കുക, ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേട്ടില്ലെന്ന്. കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ ഇരവാദം പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇതാ ഒരു സ്വന്തം ഡിപ്പാർട്ട്മെന്റ്, സ്വന്തം ഭരണ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ. ഇനി ഉദ്യോഗസ്ഥർ പറഞ്ഞ മറുപടി എന്താ? PWD സെക്രട്ടറി മാഡം പറഞ്ഞ എന്താ? ഞങ്ങൾ മണ്ണ് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ആലോചിച്ചിട്ട് പോലും ഇല്ല. ഇത് അപ്പോ മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, മന്ത്രിമാർ വേറൊന്ന് പറയുന്നു. ഇനി ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് വാങ്ങിച്ചിട്ട് എന്തൊരു ആക്ഷേപമായിരുന്നു. ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ എന്തെല്ലാം ആക്ഷേപമായിരുന്നു. ശരി, ആ ഹെലികോപ്റ്റർ ഇപ്പൊ ആരാ ഉപയോഗിച്ചേ? ഇപ്പൊ ആ ഹെലികോപ്റ്റർ യാത്ര ചെയ്തപ്പോ ഈ ഇരവാദം ഇല്ലേ, ഈ ആക്ഷേപം ഇല്ലേ? ശരി, വളരെ പ്രധാനപ്പെട്ട, അവർ പോയത് ആവശ്യമാണ്, ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ആവശ്യമാണ്, ഹെലികോപ്റ്റർ പോയതും നല്ല കാര്യമാണ്. ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുക. അപ്പോ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് മനസ്സിലാക്കേണ്ടത്, പിന്നെ പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, പുട്ടാണെന്ന് കരുതി കൊത്തി നോക്കിയപ്പോഴാ കുപ്പായമാണെന്ന് മനസ്സിലായത്. ആ സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മുടെ ഭരണ എത്തി നിൽക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. രാജു പി നായർക്ക് മറുപടി പറയാനുള്ള അവസരമാണ്. ശ്രീ രാജു പി നായർ, നമ്മൾ നോക്കുമ്പോൾ കിഫ്ബിയുടെ കടബാധ്യത, LDF വരുത്തിവെച്ച എന്ന് നിങ്ങൾ ആരോപിക്കുന്ന സാമ്പത്തിക ഫിസിക്കൽ ക്രൈസിസ്, ഇവയൊക്കെ UDF എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതിനൊരു റോഡ് മാപ്പ് ഉണ്ടോ? നോക്ക്, ഇതൊരു ബിസിനസ് ചാനലായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ 50 ദിവസത്തെ ജനങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് പറയാനാണ്. ഈ PK ഗോപൻ പറയുന്നൊക്കെ ഇത് കുറെ പറഞ്ഞിട്ട് ജനങ്ങൾ അവസാനം തോൽപ്പിച്ച് 35 സീറ്റ് കൊണ്ടിരുത്തിയിരിക്കുന്നതാണ്. സാധാരണ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവരെ തോൽപ്പിക്കേണ്ടി വന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അത് 30 ദിവസം കൊണ്ട് മാറ്റാൻ കഴിയുന്ന ജാലവിദ്യ ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതും, അതിന് പുതിയ സർക്കാരിന് സമയം കൊടുക്കുക എന്നുള്ള ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, അല്ലേ? ഇതേ സമയത്ത് തന്നെ എത്രയോ വിഷയങ്ങൾ, ഇപ്പൊ നോക്കൂ, ജൂബിലി മിഷനിലും മറ്റിടത്ത് നടന്ന സമരങ്ങൾ ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ പരിഹരിക്കപ്പെട്ടു. സർക്കാരില്ലായ്മയായിരുന്നു 10 വർഷം, സർക്കാരില്ലായിരുന്നു. പരിയത്തുകാവ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അധികാരത്തിലിറങ്ങി വളരെ, കാരണം വേറൊന്നും വേണ്ട, സർക്കാർ ജനങ്ങളെ കേട്ടാലും സർക്കാർ ജനങ്ങളൊപ്പം നിന്നാലും മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ സർക്കാർ ഇവിടെ വന്നപ്പോൾ സർക്കാർ പരിഹരിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ട് സർക്കാരിനെ അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു മാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇവിടെ അങ്ങ് ചോദിച്ച കിഫ്ബിയുടെ കാര്യം, കിഫ്ബി മാത്രമല്ല, ഇവിടെ ഒട്ടേറെ മിസ്മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണ്ട, ഒരു വർഷം നിങ്ങൾക്ക് എടുക്കാം. പിണറായി വിജയന്റെ സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തായിരുന്നു സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട്? IGSTയുടെ 50% കേരള സർക്കാർ ഇവിടുത്തെ അസസീസിന് റിട്ടേൺ സമർപ്പിക്കേണ്ടതിന്റെ ഫോം പരിഷ്കരിക്കാത്തതുകൊണ്ട് 25,000 കോടി നഷ്ടപ്പെട്ടു. 25,000 കോടി രൂപ 5 വർഷം കൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെടാണ്. 25,000 കോടി രൂപ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മുടെ E-way ബില്ലിംഗ് സംവിധാനം അൺചെക്ഡ് ആയിരുന്നു. E-way ബില്ലിംഗ് അൺചെക്ഡ് ആയിരുന്നു. GST റെജീമിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബോർഡറുകളെല്ലാം ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത ബോർഡറുകളാണെന്ന് പറഞ്ഞു. ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത ബോർഡറുകളിൽ സർവൈലൻസിന് വേണ്ടിയിട്ട് ക്യാമറയും മറ്റു സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. അതിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഊരാളുകളെ ഏൽപ്പിച്ചു. 4 വർഷം ഊരാളുകൾ ഒരു കുന്തവും ചെയ്തില്ല, അവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇന്ന് കേരളത്തിന്റെ ചെക്ക് പോസ്റ്റുകളിൽ കൂടി നിർബാധം GST വെട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിടിക്കേണ്ടതായിട്ടുണ്ട്. GST ഇന്റലിജൻസ്, ഒരു കേസെങ്കിലും GST ഇന്റലിജൻസ് റെയ്ഡ് നടത്തിയിട്ട് കേരളത്തിൽ പിടിച്ച കേസ് സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? GST ഇന്റലിജൻസ് റിഡണ്ടന്റ് ആയിരുന്നു, ഒരു പണിയെടുക്കുന്നുണ്ടായിരുന്നില്ല, അവിടെ വെറുതെ കുത്തിയിരിപ്പാണ്. അവിടുത്തെ ഇത്തരത്തിലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ രംഗത്തുണ്ടായിരുന്ന ഇൻഡിസിപ്ലിൻ ആണ്
കേരളത്തെ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നത്തിലേക്ക് വിട്ടത്. ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരണം. ആ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ നമുക്കുള്ള ടാക്സ് കൃത്യമായിട്ട് നമ്മുടെ പെട്ടിയിലേക്ക് വന്ന് വീഴുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. ഇവിടെ ബഹുമാനായ ശ്രീ ജോർജ് ആണെന്ന് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല, അദ്ദേഹം സൂചിപ്പിച്ചു, ഒരു നികുതി നിർദ്ദേശം പോലില്ല. ഒരു നികുതി നിർദ്ദേശവും വേണ്ട, ഒരു നികുതി നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല. കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന TM തോമസ് ഐസക് പറഞ്ഞു, 10 വർഷം മുമ്പ് ഞാൻ ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ സ്വർണത്തിന്റെ നികുതി 600 കോടി മാത്രമാണ് സ്വർണത്തിന്റെ നികുതി ഉണ്ടായിരുന്നത്. അല്ല, 500 കോടി ആണ് സ്വർണത്തിന്റെ നികുതി ഉണ്ടായത്. ഇപ്പൊ 600 കോടിയാണ്. എങ്ങനെയാണ് സതീശൻ ജാലവിദ്യ നടത്താൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം വലിയൊരു കുറ്റപത്രമാണ് അദ്ദേഹം സ്വയം സമർപ്പിച്ചത്. 500 കോടിയാണ് 10 വർഷം മുമ്പ് സ്വർണത്തിൽ നിന്ന് നികുതി. 10 വർഷം കൊണ്ട് കേരളത്തിലെ സ്വർണത്തിന്റെ വില എത്ര ഇരട്ടിച്ചു? അവർക്ക് അത് വെച്ചുകൊണ്ട് നമ്മുടെ ടാക്സ് കളക്ഷൻ ഊർജിതമായിട്ട് മര്യാദക്ക് നടക്കുകയാണെങ്കിൽ എത്ര 1000 കോടി രൂപയുടെ ടാക്സ് റവന്യൂ നമുക്ക് ഉണ്ടാവണമായിരുന്നു. തോമസ് ഐസക് പറയുകയാണ്, ഞാൻ പരാജയപ്പെട്ടു, എന്നെ കൊണ്ട് പറ്റിയില്ല, ആകെ 100 കോടി രൂപയാണ് ഞാൻ 10 വർഷം കൊണ്ട് കൂട്ടിയത് എന്ന് പറയുകയാണ് തോമസ് ഐസക്. മനസ്സിലായില്ലേ? ഇവര് പറയുന്നതിന്റെ വൈരുദ്ധ്യം ഇവർക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബാറുകളിൽ നിന്നുള്ള കോമ്പൗണ്ടിങ് ടാക്സ്, മദ്യം ബെവ്കോയിൽ നിന്ന് മേടിക്കുന്നതിന് അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതേ മദ്യം ബാറുകളിൽ കൊടുക്കുമ്പോൾ അത് 12 പെഗുകളായി മാറുന്നു. ആ 12 പെഗിനും വർദ്ധിച്ച പൈസ വരുന്നു. അവിടെ കോമ്പൗണ്ടിങ് ടാക്സ് ഇല്ല. ആ ടാക്സ് കളക്ട് ചെയ്യണ്ടേ? അപ്പോ ബഹുമാനപ്പെട്ട ഇതിനകത്തുണ്ടായിരുന്ന എന്റെ സഹപാനലിസ്റ്റ് പറഞ്ഞ ശ്രീ ജോർജ് എന്നാണ് എന്റെ ഓർമ്മ, അദ്ദേഹം പറഞ്ഞതിന് ഏറ്റവും വലിയ മറുപടി ഇത് തന്നെയാണ്. എഫിഷ്യൻ്റായ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ചോർച്ചകൾ നമുക്ക് തടയാൻ കഴിയുമെങ്കിൽ നമുക്ക് പുതിയ പ്രപ്പോസൽസിന്റെ ആവശ്യമില്ല. കേരളത്തിന്റെ ടാക്സ് കളക്ഷൻ ഊർജിതമായി കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സ്ട്രാവഗൻസസ് ഒഴിവാക്കണം. എക്സ്ട്രാവഗൻസ് കിഫ്ബിയിൽ ഇരിക്കുകയാണ്. കിഫ്ബിയിൽ 50 ഉദ്യോഗസ്ഥർ 1.5 ലക്ഷം രൂപ ശമ്പളത്തിന് ഇരിക്കുകയാണ്. എന്തിനാ അതിന്റെ ആവശ്യം? എന്താവശ്യം ഇരിക്കുന്നു? എന്താണ് കിഫ്ബിയുടെ കോൺട്രിബ്യൂഷൻ? കിഫ്ബിയുടെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഒരു കോൺട്രിബ്യൂഷനും കിഫ്ബിയുടെ ഇല്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് കിഫ്ബിയാണ്. 9 ചില്ലാനം രൂപ പലിശയ്ക്ക് പണം എടുത്തിട്ട് സ്കൂൾ കെട്ടിടം പണിയാണ്. സ്കൂൾ കെട്ടിടം ഞാൻ ശ്രീ ജോസഫ് ഭാസ്കറിനോട് വേണമെങ്കിൽ ഇദ്ദേഹത്തിനോട് എനിക്ക് വേണമെങ്കിൽ ശ്രീ ഗോപുരം മറുപടി പറഞ്ഞു. 10 വർഷം കൊണ്ട് നിങ്ങൾ ആസൂത്രണം ചെയ്ത് പണം കണ്ടെത്തി നടപ്പിലാക്കിയ ഒറ്റ പദ്ധതിയുടെ പേര് പറ. ഒരൊറ്റ പദ്ധതി കിഫ്ബിയുടെ പേര് എന്താ? ആകെ കൂടി പറയുന്നത് 5500 കോടി രൂപ ഹൈവേക്ക് കൊടുത്തു. ഇവിടെ ലാൻഡ് ഏറ്റെടുത്ത് അതിന്റെ ലാൻഡ് ബെനിഫിഷ്യറീസിന് കോമ്പൻസേഷൻ കൊടുക്കാൻ എന്തിനാ കിഫ്ബിയാണോ ചെയ്യേണ്ടത്? നമുക്ക് മറ്റ് സംവിധാനങ്ങളില്ലേ? സ്കൂൾ കെട്ടിടങ്ങൾ പറയാനോ കിഫ്ബി ഏൽപ്പിച്ചിരിക്കുന്നത്? ആകെ പറഞ്ഞ സാധനമാണ് വയനാട് തുരങ്കപാത. വയനാട് തുരങ്കപാതയുടെ അവസ്ഥ ഇപ്പൊ കണ്ടല്ലോ, എന്താ സംഭവിച്ചെന്നുള്ളത്. ഒരു ഇതും ചെയ്യാതെ ഓഫ് ബജറ്റ് കടമെടുത്ത് ആ കടത്തിന്, ഞാൻ ചോദിക്കട്ടെ, ആ കടത്തിന് പലിശ എങ്ങനെ കൊടുക്കുന്നത്? ആ കട എവിടെ നിന്നാ പോകുന്നത്? ശ്രീ ഗോപനോട് സൂചിപ്പിച്ചല്ലോ, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ടാക്സും സെസ്സും കൊണ്ടാണ്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുത്ത് അതുകൊണ്ട് കിഫ്ബി ഉണ്ടാക്കിയിട്ട് അത് കടത്തിന്റെ പരിധിയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞത് മണ്ടത്തരമാണ് എന്ന് ഞങ്ങൾ 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജു പി നായർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീമതി വിനീത ഹരിഹരൻ, കേന്ദ്ര പദ്ധതികൾ PM ശ്രീ ഉൾപ്പെടെ പൂർണ്ണമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? കേന്ദ്രവുമായി സംസ്ഥാനത്തിന് ഏതു തരത്തിലുള്ള ബന്ധമായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് വേറെ രീതിയിൽ എടുത്തിട്ടാണ് ഇപ്പൊ എസ്റ്റീം പാനലിസ്റ്റ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് DPRും പ്രപ്പോസൽസ് കൊടുത്താൽ നമുക്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് സംസ്ഥാന സർക്കാർ ആയാലും അതിന്റെ അർത്ഥം കേരളത്തിന്റെ പ്രശ്നം അവര് പ്രപ്പോസൽസ് ശരിക്കും അവര് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഏത് സർക്കാർ ആയാലും അവര് ശരിക്കുള്ള പ്രപ്പോസൽസും DPRs സബ്മിറ്റ് ചെയ്ത കേന്ദ്രം അത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ശ്രീമതി വിനീത ഹരിഹരൻ കഴിഞ്ഞ ഭരണകാലത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട അർഹമായ തുക പോലും കിട്ടിയില്ല എന്ന പരാതിയുടെ അടിസ്ഥാനം വേണ്ട രീതിയിൽ അപേക്ഷ കൊടുത്തില്ല എന്നുള്ളത് മാത്രമാണോ? അല്ല അതല്ല. ഇത് വേറെ രീതിയിൽ എടുക്കാൻ പാടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാനൊരു തത്വം പറയാണ്. ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്.
ഇതിപ്പോ കേരളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കിഫ്ബിയും NHAI ആയിട്ട് കമ്പയർ ചെയ്തു നമ്മുടെ പാനലിസ്റ്റ്. പക്ഷെ കിഫ്ബി NHAI തുടങ്ങിയതും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു NHAI. പക്ഷെ NHAI അവര് സ്വന്തം റവന്യൂ കണ്ടെത്താൻ ടോൾസ് ഇമ്പോസ് ചെയ്തു, ഇൻവിറ്റ് വഴി കുറെ ഫണ്ട്സ് കളക്ട് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ അവിടുന്ന് കുറെ ഫണ്ട് കളക്ട് ചെയ്ത് സെൽഫ് സസ്റ്റെയിനിങ് റവന്യൂ മോഡലിലേക്ക് പോയി NHAI. അത് കിഫ്ബിന് അത് ചെയ്യാൻ പറ്റുന്നില്ല. കിഫ്ബി സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും അവർക്കും നോബഡി സ്റ്റോപ്പിംഗ്. നമ്മുടെ കേരള സർക്കാരിന് കുറച്ച് റവന്യൂ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് എന്താണ് പ്രശ്നം? ഇപ്പൊ കേരളത്തിൽ പാസീവ് എക്കോണമി ആയിട്ടല്ല മാറുന്നത്. കുറെ NRI ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, കുറെ NRI ഇൻകം വരുന്നുണ്ട്. കേരളത്തിന്റെ ജനങ്ങൾക്ക് ടോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് എവിടെയും ഒരു എഴുതി കണ്ടിട്ടില്ലല്ലോ. ഒരു ഹൈ ഇൻകം സ്റ്റേറ്റ് തന്നെയാണ് കേരളം. ഇപ്പോഴും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നമുക്ക് തന്നിട്ടില്ല. കേന്ദ്ര സർക്കാരും സെൻട്രൽ സ്റ്റേറ്റ് ഡെവല്യൂഷന്റെ ഫോർമുല ആരാ ഉണ്ടാക്കിയത്? പണ്ട് UPA സർക്കാർ ഉണ്ടാക്കിയ ഒരു ഫോർമുല തന്നെയാണ്. പണ്ട് കാലത്ത് നമ്മുടെ നേഷൻ ബിൽഡേഴ്സ്, UPA സർക്കാർ എന്ന് പറയണ്ട, നമ്മുടെ എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു ഫോർമുല ആണ്. പണ്ടത്തെ കാലത്തെ ഒരു ഫോർമുലയാണ് ഇൻകം ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ. എത്രത്തോളം നമ്മുടെ പോവർട്ടി ഉണ്ട് ആ സ്റ്റേറ്റിൽ അത്രത്തോളം നമുക്ക് കൂടുതൽ കിട്ടും കേന്ദ്രത്തിന്റെ വിഹിതം. പിന്നെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന്റെ വിഹിതം കൊടുക്കുന്നത്. അപ്പൊ രണ്ട് ഫാക്ടേഴ്സും കേരളം അത് ഡിസഡ്വാൻറ്റേജ്ഡ് ആണ്, പോപ്പുലേഷൻ ആയാലും ഇൻകം ഡിസ്റ്റൻസ് ആയാലും. പക്ഷെ അതൊരു ഡിസഡ്വാൻറ്റേജ് എന്തുകൊണ്ടാണ്? ബിക്കോസ് അടിസ്ഥാനപരമായിട്ട് കേരളം ഹൈ ഇൻകം ആയിട്ട് മാറിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻസ് പാസീവ് ഇൻകം ഫ്രം മിഡിൽ ഈസ്റ്റ് കൺട്രീസും കുറെ ഫോറിൻ കൺട്രീസിന് റെമിറ്റൻസസ് വരുന്ന കാരണം കൺസ്യൂമർ എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട് കേരളം. അതാണ് ഈ ഫൈനാൻഷ്യൽ സിറ്റുവേഷന്റെ ഒരു അടിസ്ഥാനം. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിന്. സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴി എത്രത്തോളം വ്യക്തമാണ്. ഒക്കെ ആണ് ഒരു വിഹിതം കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല എന്ന് അത് ഒരു തെളിവ് കാണിക്കേണ്ടതാണ്. അത് കണക്ക് പ്രകാരം തെളിവ് കാണിച്ചാൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റും കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത കൂട്ടുന്നതിലും സർക്കാരിന് മുമ്പിൽ ഇനിയുള്ള വഴി എന്തായിരിക്കും? അതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ടോ? അതായത് നിക്ഷേപ ആകണമെന്ന് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ അവ കാര്യക്ഷമമാകണം. കൊടുത്ത് ലാഭകരമല്ലായി പ്രവർത്തിക്കാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക പോലുള്ള നടപടികൾ എടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 50 ദിവസം എന്നല്ല, ഒരു 100 ദിവസത്തിനുള്ളിൽ നിക്ഷേപം, ഇത്രമാത്രം നിക്ഷേപം ഇന്ന മേഖലകളിൽ നമ്മൾ കൊണ്ടുവരും എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചുള്ള അതൊന്നും നമ്മുടെ യഥാർത്ഥത്തില് ഈ ബജറ്റില് അങ്ങനെയുള്ള കോൺക്രീറ്റ് ആയ പ്രപ്പോസൽസ് ഒന്നും കാണുന്നില്ല. ഒരുപാട് വലിയ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തിയാൽ പോലും അത് കേരളത്തെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമേജ് ആ ദേശീയ തലത്തിൽ നിക്ഷേപകരുടെ ഇടയിൽ ഉണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എന്നുള്ള രീതിയിൽ പൊതുമേഖലയെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നിരിക്കട്ടെ, ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യും. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു ബജറ്റ് പ്രപ്പോസൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊന്നും കാണുന്നില്ല. അപ്പോൾ സത്യത്തിൽ വരാൻ പോകുന്ന സ്ഥിതി ഞാൻ കാണുന്നത് ദേശമൊക്കെ തന്നെ പോകും. പിന്നെ വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും, ചില മാറ്റങ്ങൾ, ചില മാർജിനലായ മാറ്റങ്ങളല്ലാതെ വൻതോതിലുള്ള. ശരി, ഞാൻ ഇടപെടുകയാണ്. സാങ്കേതികമായ തടസ്സമുണ്ട്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വാദപ്രതിവാദങ്ങൾക്കപ്പുറം കേരളത്തിലെ ജനങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൃത്യമായ ദിശാബോധവും സുതാര്യമായ ഭരണവുമാണ്. അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒട്ടേറെ പ്രതീക്ഷകളാണ് നിലനിൽക്കുന്നത്. 50 ദിവസങ്ങൾ എന്നുള്ളത് ഒരു സർക്കാരിനെ വിലയിരുത്താൻ പറ്റിയ സമയപരിധിയല്ല. എങ്കിൽ പോലും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ തിരുത്തലുകളും ഭരണപക്ഷത്തിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലുകളുമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചർച്ച ഇവിടെ പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ PK ഗോപൻ, ശ്രീമതി വിനീത ഹരിഹരൻ, ശ്രീ രാജു P നായർ, ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.